ഇന്ത്യ വേറെ ലെവലാണ് മക്കളെ. അതായത് ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ ഡെഡ് എക്കോണമി എന്ന് പറഞ്ഞ അമേരിക്കയും അതിനെ പരിഹസിച്ച് അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിക്കും ഇപ്പോൾ അതിയായ നെഞ്ചുവേദന എന്നാണ് കേൾക്കുന്നത്. കാരണം ഇന്ത്യയുടെ വളർച്ച ലോകത്തിന് തന്നെ പാഠമാകുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക്, ഇന്ത്യ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് ഇന്ത്യ വളർന്നു വലുതാകുന്നു, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളർന്നു വലുതാകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പല മേഖലകളിലും ഇപ്പോ അമേരിക്ക പകരച്ചുങ്കം ഏർപ്പെടുത്തിയത് കൊണ്ട്, അതായത് താരിഫ് 25% നിന്ന് 50% ഏർപ്പെടുത്തിയത് കൊണ്ട് പല മേഖലകളിലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അത് സ്വാഭാവികമാണ്. കാരണം ഏറ്റവും കൂടുതൽ ചെമ്മീൻ, തുണിത്തരങ്ങൾ, ഈ ഡയമണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ഇന്ത്യയിലാണ് ചെയ്യുന്നത്, വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതിൽ. അപ്പോൾ ആ മേഖലകളിലൊക്കെ നമുക്ക് കുറച്ച് പ്രതിസന്ധി ഉണ്ടാകാം. എങ്കിലും അത് സർക്കാർ കൂടി സഹായിച്ച ആ മേഖലകളെയൊക്കെ കാര്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് വികസിത രാജ്യങ്ങൾ പോലും 2% ആകാൻ വേണ്ടി ഒരു വല്ലാത്ത രീതിയിൽ 2% വളർച്ച നേടാൻ പാടുപെടുമ്പോഴാണ് ഇന്ത്യ ഈ വർഷം, അതായത് ഈ ഏപ്രിൽ മുതൽ ജൂൺ വരെ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനം എന്ന് പറയുന്നത് 7.8% എന്നുള്ള വിവരമാണ്, റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഡെഡ് എക്കോണമി ആണോ, അതോ നമ്മുടെ സമ്പദ് വ്യവസ്ഥ നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ വളർന്ന് പന്തലിക്കുകയാണോ എന്നുള്ളത്. ഇവിടെയാണ് രാജ്യത്ത് നിന്നുകൊണ്ട് രാജ്യദ്രോഹം പറയുന്ന, അല്ലെങ്കിൽ രാജ്യത്തെ മറ്റൊരു രാജ്യം അപമാനിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കുന്നവരോട് നമുക്ക് ഓർമ്മിപ്പിക്കാൻ ഒരു കാര്യമുള്ളൂ, ഇത് ഇന്ത്യയാണ്. അങ്ങനെയൊന്നും തളർത്താൻ ഇന്ത്യയെ കഴിയില്ല. ഇന്ത്യയുടെ വ്യവസായ രംഗത്തെയും ഇന്ത്യയുടെ സമ്പദ്ഘടനയും ഒന്നും തകർക്കാൻ ആർക്കും കഴിയില്ല. അത് മനസ്സിലാക്കിയാൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്ക് നല്ലത് എന്നുള്ളതാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. അതായത് കൃഷി, നിർമ്മാണം, സേവന മേഖല, ഇവിടെയൊക്കെയാണ് കൂടുതൽ ഈ തൊഴിലവസരങ്ങളും അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ കൂടുതൽ മാറ്റങ്ങളും സംഭവിക്കുന്നത്. ഈ മേഖലകളിൽ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ പരിഹരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇന്ത്യ എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പ്രതിസന്ധിയായി നിൽക്കുന്നത് പലിശ നിരക്ക് വർധന, അമേരിക്കയുടെ സാമ്പത്തിക വെല്ലുവിളികൾ, ലോകത്തെ അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നിവയൊന്നും ഇന്ത്യയുടെ വളർച്ചയെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മളത് പ്രതിസന്ധിയായിട്ട് കാണും. പലിശ നിരക്ക് വർധന അത് വലിയ പ്രതിസന്ധിയായിട്ട് നമ്മൾ കാണും. പക്ഷെ അത് നമ്മുടെ സാമ്പത്തിക വളർച്ചയെ ബാധിച്ചിട്ടില്ല. അമേരിക്കയുടെ താരിഫ് വെല്ലുവിളി അത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിച്ചിട്ടില്ല. പിന്നെ ലോകത്ത് നിലനിൽക്കുന്ന അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതൊന്നും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു കാരണം, ഈ ആഗോള റേറ്റിംഗ്, അതായത് സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ 5ാം സ്ഥാനത്താണ്, സാമ്പത്തിക പുരോഗതിയിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഈ റേറ്റിംഗ് കൊടുക്കുന്ന ഒരു ഏജൻസി ഉണ്ട്, ഫിച്ച് എന്നാണ് ആ ഏജൻസിയുടെ പേര്. ആ ഏജൻസി പോലും അമ്പരന്ന് നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ. ആ ഏജൻസി പോലും ഈ റിപ്പോർട്ട് കണ്ട്, കാരണം ഇന്ത്യയുടെ അസ്വാഭാവികമായ വളർച്ച കണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് എന്നാണ് അവർ തന്നെ പറയുന്നത്. കാരണം വലിയ മാറ്റമാണ് ഇന്ത്യക്ക് സംഭവിച്ചിരിക്കുന്നത്. പൊതുവെ ഈ സാമ്പത്തിക വിദഗ്ധർ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയെ വിമർശിക്കുന്ന പലരും പറയും അമേരിക്കയുടെ താരിഫിൽ മോദി കുലുങ്ങിയില്ല, അല്ലെങ്കിൽ ഇന്ത്യക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇന്ത്യക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കും, ഇന്ത്യയുടെ സമ്പദ്ഘടന വലിയ രീതിയിൽ മുങ്ങി താഴാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പല മേഖലകളിലും ഇന്ത്യക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അമേരിക്കയുടെ താരിഫ് നമ്മളെ വല്ലാതെ ബാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, അതിൽ പൂർണ്ണമായും ശരിയുമില്ല, പൂർണ്ണമായും തെറ്റുമില്ല. പക്ഷേ ചില പ്രതിസന്ധികൾ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചില പ്രതിസന്ധികൾ ഉണ്ട്. അത് എന്താ പറയുക, മാറ്റി നിർത്താൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഈ അമേരിക്ക, അതായത് ഈ സാമ്പത്തിക വർഷം ഇന്ത്യ ലക്ഷ്യമിടുന്നത് 6.5% സാമ്പത്തിക വളർച്ചയാണ്, ആഭ്യന്തര ഉൽപാദനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ഈ വർഷം. ഇത് കഴിഞ്ഞ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ളതാണ് 7.8% ആഭ്യന്തര ഉൽപാദനം. ഈ വർഷം നമ്മൾ ലക്ഷ്യമിടുന്നത് 6.5%. അത് ചിലപ്പോൾ 6.2% കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. 6.7 നിന്ന് 6.2% കുറയും. മാത്രമല്ല നമ്മൾ ഈ വർഷം, അതായത് ഈ ഏപ്രിൽ മുതൽ ജൂൺ വരെ നമ്മൾ ലക്ഷ്യമിട്ടത് 6.7% ആഭ്യന്തര ഉൽപാദനമാണ്. അതാണ് നമ്മളെപ്പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് 7.8%ത്തിലേക്ക് ഉയർന്നത് എന്നുള്ളതാണ്.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ റിസർവ് ബാങ്കിന്റെ പലിശ വെട്ടിക്കുറച്ചത് നമുക്ക് വലിയ ഗുണമായി മാറി. അതൊക്കെ നമ്മുടെ സാമ്പത്തിക വളർച്ചയെ വല്ലാതെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് അമേരിക്ക നമുക്ക് മേൽ ഈ വലിയ 25% വീണ്ടും 25 കൂട്ടി 50%-ത്തിലേക്ക് നമ്മുടെ താരിഫ് ഉയർത്തിയത്. അപ്പോ ഈ റഷ്യയിൽ നിന്ന് അമേരിക്കയും വാങ്ങുന്നുണ്ട് സാധനങ്ങൾ, അതായത് റഷ്യയിൽ നിന്ന് യുറേനിയം, പല്ലാഡിയം തുടങ്ങിയ രാസവസ്തുക്കൾ അമേരിക്കയും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ അമേരിക്കയ്ക്ക് അതിന് പ്രശ്നമില്ല. നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നമ്മൾ റഷ്യയെ ആയുധങ്ങൾ വാങ്ങാൻ സഹായിക്കുന്നു എന്നുള്ളൊരു പരോക്ഷമായ പ്രസ്താവന ഇന്ത്യക്ക് മേൽ ഇറക്കിക്കൊണ്ട് പകപോക്കലാണ് ട്രംപ് നടത്തുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം റഷ്യയിൽ നിന്ന് എണ്ണ, LPG മുതലുള്ള ഊർജ വസ്തുക്കളൊക്കെ യൂറോപ്യൻ യൂണിയൻ അടക്കം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അവർക്കാർക്കും പകരച്ചുങ്കം ഏർപ്പെടുത്തിയില്ല. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ പറഞ്ഞു ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ട്രംപ് ഇടപെടണ്ട. 2, റഷ്യയിൽ നിന്ന് ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിലും അമേരിക്ക ഇടപെടണ്ട, ഞങ്ങൾ എണ്ണ വാങ്ങുക തന്നെ ചെയ്യും, ഞങ്ങൾക്കതിൽ ലാഭമുണ്ട് എങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അത് വാങ്ങുക തന്നെ ചെയ്യുമെന്ന് ഇന്ത്യ കർശനമായ നിലപാട് സ്വീകരിച്ചു. 3, ജമ്മു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷത്തിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയത് ട്രംപ് സംസാരിച്ചിട്ട് കൊണ്ടാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ അത് ഇന്ത്യ കൃത്യമായി പറഞ്ഞു ഒരിക്കലും അങ്ങനെയല്ല, പാകിസ്ഥാൻ വന്ന് കാല് പിടിച്ചിട്ടാണ് ഞങ്ങൾ ആ വെടിനിർത്തൽ അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ സംഘർഷം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് ഇതിലൊന്നും അമേരിക്കയ്ക്ക് പങ്കില്ല എന്ന് കൃത്യമായ നിലപാടെടുത്തു. അതിനുശേഷമാണ് ഈ പകരച്ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയെ തകർക്കാമെന്ന് ട്രംപ് കരുതിയത്. പക്ഷേ ട്രംപാണ് തകർന്നത് എന്നുള്ളതാണ്. കാരണം അതിനുശേഷം ട്രംപ് 4 തവണയാണ് മോദിയെ വിളിച്ചത്. മോദി ഫോൺ എടുത്തിട്ടില്ല. മാത്രമല്ല ഇന്ത്യയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് വരാനിരുന്നപ്പോൾ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ പറഞ്ഞു വന്നില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ ആരും ഇങ്ങോട്ട് ക്ഷണിക്കുന്നില്ല, താങ്കൾ വന്നില്ലെങ്കിൽ താങ്കൾ വരണ്ട എന്നുള്ള കൃത്യമായ നിലപാടും ഇന്ത്യ സ്വീകരിച്ചു. അപ്പൊ ഇതൊക്കെ ട്രംപിന് തന്നെയാണ് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന സാധനങ്ങൾ ഇപ്പൊ പോസ്റ്റൽ സർവീസ് ഒക്കെ താൽക്കാലികമായി ബ്രിട്ടനും ജപ്പാൻ, കാനഡ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം $800 മുകളിലുള്ള സാധനങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തിയത് കൊണ്ട് തൽക്കാലം പോസ്റ്റൽ സർവീസുകളെല്ലാം ഇന്ത്യ നിർത്തിവെച്ചു. അപ്പൊ സ്വാഭാവികമായി ഇത് അമേരിക്കയ്ക്ക് കൂടി തിരിച്ചടി കിട്ടുന്ന കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ, ഇലക്ട്രോണിക്സ് മേഖലകളിലൊന്നും തീരുവ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ മാറ്റി നിർത്തിയാൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയുടെ GDP-യുടെ 1.4% മാത്രമേ നമുക്ക് ഒരു കുറവ് സംഭവിക്കുകയുള്ളൂ. 1.4% കുറവ് സംഭവിക്കും. ഇന്ത്യയുടെ GDP അത് ചിലപ്പോൾ 0.3%, അതായത് 0.3% കുറയും. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതിയാണ് 1.4%. ഇത് ഇന്ത്യയുടെ GDP ഒരുപക്ഷെ 0.3%-ആയി കുറയും. അത്ര മാത്രമേ നമുക്കൊരു പ്രശ്നമായിട്ടുള്ളൂ. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽസ് നമ്മുടെ തിരുപ്പൂരാണ്. തിരുപ്പൂർ കേന്ദ്രമായാണ് നമ്മുടെ ടെക്സ്റ്റൈൽ മേഖല പ്രവർത്തിക്കുന്നത്. 9 ലക്ഷത്തോളം ആളുകളാണ് അവിടെ ജോലി ചെയ്യുന്നത്. അവിടെ ചിലപ്പോൾ ഈ തുണിത്തരങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തിയത് കൊണ്ട് ഏകദേശം തൊഴിൽ നഷ്ടപ്പെടാനുള്ള കുറെ ആളുകൾക്ക്, കാരണം കയറ്റുമതിയൊന്നും ഇല്ലാതെ വരുമ്പോൾ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ സാധാരണ ഇവിടുത്തെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് സൂറത്തിലെ ജൂവലറി മേഖലകളിൽ, അവിടെയാണ് ഈ ഡയമണ്ട് കട്ടിംഗ്, പോളിഷ് ഒക്കെ നടത്തുന്നത്. അവിടെ 8 ലക്ഷത്തോളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അവിടെയും ഈ കയറ്റുമതിയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ അവിടെയും നമുക്ക് കുറെയൊക്കെ തൊഴിൽ നഷ്ടപ്പെടാം, പ്രതിസന്ധി ഉണ്ടാകാം. ഇതൊക്കെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് 1800ഓളം ടൺ ചെമ്മീൻ നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഈ മേഖലയിലും നമുക്ക് പ്രതിസന്ധി ഉണ്ടാകാൻ കാര്യമുണ്ട്. ടെക്സ്റ്റൈൽസ് മേഖല, സമുദ്രോൽപാദന മേഖല, പിന്നെ ഈ ഡയമണ്ട് അതുപോലെയുള്ള മേഖലകളിലൊക്കെ നമുക്ക് കുറച്ച് തൊഴിൽ നഷ്ടങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ സർക്കാർ കൂടി ഇവർക്ക് സഹായം ചെയ്തോണ്ട്. കാരണം നമ്മുടെ വിപണി 40ഓളം രാജ്യങ്ങളിൽ നമ്മൾ വിപണി തേടുന്നുണ്ട്. ഇപ്പൊ ജപ്പാനുമായൊക്കെ സംസാരിച്ച് ജപ്പാന്റെ വിപണി നമ്മൾ തേടുന്നുണ്ട്. ഏകദേശം 10 ലക്ഷം മില്യൺ yen-ആണ് നമ്മൾ ജപ്പാനുമായി കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ വിപണി ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ 40ഓളം വിപണികൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നുണ്ട്. നമ്മൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തുടക്കത്തിൽ നമുക്കൊരു തിരിച്ചടി പല മേഖലകളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയും ഇന്ത്യക്ക് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇന്ത്യയുടെ ഈ ഒരു വളർച്ച ലോകരാജ്യങ്ങൾക്ക് ഒരു പാഠമാണ്.
അമേരിക്ക ഇത് കണ്ട് ഞെട്ടുകയാണ്. അമേരിക്ക മാത്രമല്ല, ഇന്ത്യയിലെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ചില രാജ്യദ്രോഹികൾ, രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ രാജ്യത്തെ തള്ളിപ്പറയുന്ന ചില രാജ്യദ്രോഹികൾക്കും ഇതൊരു പാഠമാണ്.